തീരുവോളം. ഡ്രൈവർ ഓടിയാലേ ആംബിയർ തീരുവോളം. അത്ര രാജേന്ദ്ര. അതുകൊണ്ടല്ലേ ഇപ്പൊ നീ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത്. എടാ, ഇത് സ്ക്രോൾ ന്യൂസിന്റെ കാലമല്ല, ബ്രേക്കിംഗ് ന്യൂസിന്റെ കാലമാ. അതുകൊണ്ട് നീ നല്ല ചൂടപ്പം പോലുള്ള മറുപടി ഇങ്ങ് തന്നേ. എന്നതാ സാറേ പറയണ്ടേ? ഇടിച്ചത് നീ, ഇടിപ്പിച്ചതാരാടാ? മുത്തശ്ശനാ സാറേ, രാജശേഖരൻ മുത്തശ്ശൻ. പേര് പറയാതിരുന്ന എത്ര തരാമെന്ന് പറഞ്ഞാൽ അറിയും ദാക്ഷൻ. ഞാൻ പറഞ്ഞത് സത്യം സാറേ. രാജശേഖരൻ മുത്തശ്ശൻ തന്നെയാ എന്നെ വന്ന് കണ്ട് കാശ് തന്നത്. അയാൾക്ക് സുഷമ സാറിനോട് അത്ര പകയുണ്ടാകാൻ എന്താടാ കാര്യം? അതൊന്നും എനിക്കറിയില്ല സാറേ. ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പണി ചെയ്തതേ ഉള്ളൂ. പിന്നെ സുഷമ സാർ ജീവിച്ചിരുന്ന മൈനെ അർജുന് കിട്ടുകയല്ലെന്ന് പറയുന്നത് കേട്ടു. കേറി വാ സിദ്ധു, ഇത് നമ്മുടെ വീടല്ലേ, ഇവിടെ ഫോർമാലിറ്റി ഒന്നുമില്ല. അല്ലാതെ ടയർഡായിപ്പോയി. ഇനി നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. നിങ്ങൾ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോയില്ലേ? അതിന് സിദ്ധാർത്ഥന് ഇപ്പൊ വീടൊന്നും ഇല്ലല്ലോ. അമ്മ പോയതിനു ശേഷം ആകെയുള്ളത് അംബികയാ. അതിന് കല്യാണത്തിന് പോലും വിട്ടില്ലല്ലോ അവര്. അപ്പോ സിദ്ധാർത്ഥന് ഈ വീട്ടിലാണോ താമസം? തൽക്കാലം വേറെ വീടൊന്നുമില്ല. ഒരു വാടക വീടെടുത്ത് മാറാനുള്ള പ്ലാനൊക്കെ ഉണ്ട് സിദ്ധാർത്ഥന്. പക്ഷേ പാവത്തിന്റെ കയ്യിൽ പണമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സ്ത്രീധനമായിട്ട് പണമൊന്നും വാങ്ങാത്തതിൽ ഇപ്പൊ ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ടാവും മാനസയ്ക്ക്, അല്ലേ? ഒരിക്കലുമില്ല. കളപ്പുരയ്ക്കൽ ഗൗരിയുടെ പണത്തിൽ നിന്ന് ഒരു രൂപ പോലും ഈ കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു. കുട്ടിക്കോ? അത് തീർത്തിട്ട് ഞാൻ നിർത്താറുള്ളൂ. അപ്പൊ മുഴുവൻ വായിച്ചാണല്ലോ. അതിൽ CI സുഷമ പ്രകാശിനെ ടിപ്പറടിച്ചു കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്ത വാർത്തയുണ്ടോ? കാണില്ല മുത്തച്ഛ. കാരണം അതൊരു സീക്രട്ട് സെറ്റപ്പ് ആയിരുന്നു. ഇതിപ്പോ മുത്തച്ഛന് മാത്രമായിട്ട് തമ്പി തരുന്ന ഒരു ഫ്ലാഷ് ന്യൂസാ. അതിന് ഞാനിപ്പോ എന്ത് വേണം? മുത്തച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ നിർത്തുള്ളൂ എന്ന്. എന്റെ ഒരു ശീലം അതാ. സുഷമ പ്രകാശിനെ കൊല്ലാൻ ശ്രമിച്ചത് രാജേന്ദ്രനാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. ഒരു സിഇയോട് ഒരു ടിപ്പറുകാരന് വൈരാഗ്യം തോന്നാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. എന്നാൽ പിടികൂടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു ചെറിയ മീൻ മാത്രമാണ്. വലിയ മീനെ കൂടി പിടികൂടിയാലല്ലേ മുത്തച്ഛ ഞാൻ പറഞ്ഞ ഫ്ലാഷ് ന്യൂസിനൊരു പൂർണ്ണത വരുള്ളൂ. എന്നോടുള്ള വൈരാഗ്യം വെച്ച് കള്ളക്കഥകൾ പറഞ്ഞ് വീണ്ടും എന്റെ പുറകെ വന്നാലുണ്ടല്ലോ. എന്താ സിദ്ധാർത്ഥന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്തെങ്കിലും ചോദിച്ചിരുന്നോ ഹരി? സിദ്ധാർത്ഥന്റെ ഫ്യൂച്ചർ പ്ലാനൊക്കെ ഇനി അവർ രണ്ടുപേരോടല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്കതിനകത്ത് റോളില്ലല്ലോ. എനിക്കങ്ങനെ തോന്നുന്നില്ല. താമസിക്കാൻ അവനൊരു വീടില്ല. ഒരു കണക്കിന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ഹോസ്പിറ്റൽ വരാന്തയിലായത് നന്നായി. രണ്ടാമത്തെ ദിവസം അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. ഇനി അവളെയും കൂട്ടി അവൻ എങ്ങോട്ട് പോകും? അവന്റെ അമ്മ അനാഥാലയത്തിൽ എഴുതി കൊടുത്ത ആ വീട്ടിലേക്കോ? വേണമെങ്കിൽ 2 ഇൻമേറ്റ്സ് ആയിട്ട് അവിടെ കൂടാം. ഒരു പെണ്ണിനെ അവളുടെ അന്തസ് അനുസരിച്ച് നോക്കാൻ ത്രാണി ഉണ്ടായിട്ടേ സാധാരണ പുരുഷന്മാർ കല്യാണം കഴിക്കാറുള്ളൂ. അല്ലാത്തവരും ഉണ്ടല്ലോ ഇവിടെ. അന്തസ് എന്ന് പറയുന്നതേ അമ്പിളിമാമനെ എത്തിപ്പിടിക്കലാക്കരുത്. അമ്പിളിമാമനെ എത്തിപ്പിടിക്കാനെന്നല്ല, കെട്ടിയ പെണ്ണിന് 4 നേരം ഭക്ഷണം കൊടുക്കാനുള്ള കഴിവുണ്ടോ ഹരിയുടെ ബ്രദറിലേക്ക്? ആകെപ്പാടെ ഉള്ളത് ഒരു 3rd ക്ലാസ് വർക്ക്ഷോപ്പ്. അത് തന്നെ കടത്തില്ല. എല്ലാവർക്കും നിന്നെ പോലെ ഫസ്റ്റ് ക്ലാസ് ആവാൻ കഴിയില്ലല്ലോ ഗൗരി. അതെ, ഞാൻ ഫസ്റ്റ് ക്ലാസ് തന്നെയാ.